എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിന്ദു രാജേഷ്. കഴിഞ്ഞ വീഡിയോയിൽ മൊത്ത സങ്കല്പമായിരുന്നില്ലേ? ഇന്നൊരു നടന്ന സംഭവമാണ് പറയണേ. ഞാനിത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ചുമ്മാ പുളു പഠിക്കുന്നതാണ്, ഇത് നടന്ന സംഭവം ഒന്നുമല്ല എന്ന്. പക്ഷെ ശരിക്കും ഇത് നടന്ന സംഭവമാണ്. എന്നെ അടുത്തറിയാവുന്നവർക്കൊക്കെ അറിയാം ഞാൻ സത്യം മാത്രം പറയണ ഒരു കുട്ടിയാണെന്ന്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു രാത്രി 10 മണിയാവാറായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണൊക്കെ ഇങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇവിടെ ഇങ്ങനെ ആരോ തൊട്ടു. അപ്പോൾ ഇങ്ങനെ നഖം കൊണ്ടിട്ടോ മറ്റും എനിക്ക് വേദന എടുത്തു. എനിക്ക് എൻ്റെ ദേഹം നൊന്ത എൻ്റെ വിധം മാറും. അപ്പം ഞാൻ ആ ദേഷ്യത്തിൽ ഇങ്ങനെ തിരിഞ്ഞ് ആരാന്നിങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്കറിയാത്ത ആരോ ഒരാൾ അത് എൻ്റെ അടുക്കളയിൽ. അപ്പം ഞാൻ ചോദിച്ചു, സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കുന്ന പോലെ ചോദിച്ചു, ആരാ എന്താ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ കോസ്റ്റ്യൂം കണ്ടിട്ട് മനസ്സിലായില്ല, വെള്ള സാരി, വെള്ള ബ്ലൗസ്, അഴിച്ചിട്ട് തലമുടി, കോന്ത്രം പല്ല്, എന്നിട്ട് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, യക്ഷി പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങളൊക്കെ നട്ടപ്പാതിരക്കല്ലേ ഇറങ്ങി നടക്കുക? ഇപ്പോൾ 10 മണിയാവണല്ലേ ഉള്ളൂ, എന്താ ക്ലോക്ക് കേടാ? യക്ഷി പറഞ്ഞു, വിശന്ന് വലഞ്ഞ് കണ്ണ് കാണാണ്ടാവുമ്പോൾ ടൈം ടേബിളൊക്കെ നോക്കി സമയം അനുസരിച്ചൊക്കെ ഇറങ്ങാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു, ചോര കുടിക്കാൻ ഇറങ്ങിയതാ? ഈ യക്ഷി ആ കിച്ചൺ സ്ലാബിൻ്റെ അവിടെ ഇങ്ങനെ കയറിയിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ചോരയൊക്കെ കുടിച്ച കാലം മറന്നു. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ ഇപ്പം മനുഷ്യർക്കൊന്നും ചോരയില്ലേ? അപ്പോൾ യക്ഷി എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ചോരയില്ലാത്തതുകൊണ്ടൊന്നല്ല, ഇപ്പം ചോരയൊക്കെ എങ്ങനെ വിശ്വസിച്ച് കുടിക്കുക? എന്തെല്ലാം അസുഖങ്ങളാണ് മനുഷ്യർക്ക്. അതുപോരാഞ്ഞിട്ടോ ഈ കണ്ട പത്രാദിയൊക്കെ വലിച്ചു വാരി തിന്ന് ഒന്നിൻ്റെ ചോരയ്ക്ക് ഒരു ടേസ്റ്റും ഇല്ല, ഒരു വാട്ടച്ചോവ. പിന്നെയോ കുടിക്കൽ, വലിക്കൽ, പുകയ്ക്കൽ എല്ലാം കൂടുതലല്ലേ? ആരുടെയെങ്കിലുമൊക്കെ ചോര കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കിറങ്ങി എവിടെയെങ്കിലും കിടക്കും. പിന്നെ ആരെങ്കിലും അത് ഫോട്ടോ എടുത്ത് അടിച്ച് കിറങ്ങിയ യക്ഷി എന്ന് ക്യാപ്ഷനൊക്കെ ഇട്ട് എവിടെയെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്ത് മൊത്തം വൈറലായി നമ്മൾ മനസ്സറിയാത്ത കുറ്റത്തിന് നമുക്ക് ചീത്തപ്പേരാവും. എന്തിനാ വെറുതെ? ഞാനതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങി നടന്ന് എവിടെന്നെങ്കിലും കുറച്ച് ചോറോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടണ കഴിക്കും. അപ്പം ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുക. എന്നോട് പറഞ്ഞു, ഞാൻ ഈ ജനലിൻ്റെ അതിലേ പാസ് ചെയ്തപ്പോൾ നീ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് വർത്താനം പറയുകയോ ചിരിക്കുകയോ ഒക്കെ ചെയ്യണ കണ്ടു. എന്നാൽ ഇവിടെ വന്ന് എന്തെങ്കിലും കുറച്ച് നേരം മിണ്ടിയും പറഞ്ഞിരിക്കാം, എന്നിട്ട് ഇതിൽ കിട്ടുകയാണെങ്കിൽ കഴിക്കാമെന്ന് വെച്ചു. എന്തെങ്കിലും ഉണ്ടാ കഴിക്കാൻ? ഞാൻ പറഞ്ഞു, അയ്യോ ഞങ്ങളുടെ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞല്ലോ, ചപ്പാത്തി കറിയൊക്കെ തീർന്നു, ചോറൊന്നുമില്ല, ഇന്നലത്തെ ഒന്നും ഫ്രിഡ്ജിലോ വെള്ളം ഒഴിച്ചതോ? അപ്പം ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ യക്ഷി ഇങ്ങനെ നോക്കിയിട്ട് അവിടെ പഴക്കൊട്ടിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ വേഗം പറഞ്ഞു, എന്നിട്ട് പഴം കഴിക്കാം എന്ന് പറഞ്ഞ് അതിൽ നിന്ന് വേഗം പഴം എടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാരാബ്ദം പറഞ്ഞുകൊണ്ടിരിക്കുക. ഭയങ്കര കഷ്ടപ്പാടാണ്, ആർക്കും ഒരു പേടിയില്ല. ഈ കോമഡി പ്രോഗ്രാമിലൊക്കെ ഞങ്ങളെ ഇങ്ങനെ ഒരുമാതിരിയൊക്കെ കാണിച്ച് ഇപ്പോൾ പിള്ളേർ വരെ കണ്ടാൽ ചിരിയാണ്, ആർക്കും ഒരു പേടിയില്ല. അപ്പോൾ ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാത്രി 10 മണിക്ക് എൻ്റെ അടുക്കളയിൽ വന്നിരുന്ന് പ്രാരാബ്ദം പറയുന്ന യക്ഷി. അപ്പം ഞാനിങ്ങനെ കേട്ടോണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ യക്ഷി സംസാരിക്കണതിൻ്റെ ഇടയിൽ ഇങ്ങനെ തിരിഞ്ഞ് കബോർഡിൽ നിന്ന് കബോർഡ് തുറന്നിട്ട് പാത്രം എടുത്തു. കശുവണ്ടിക്കുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അത് തുറന്നിട്ട് അതിങ്ങനെ കഴിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഭയങ്കര ബോറടിയാ, സമയമൊന്നും പോണില്ല എന്നേ, ഒന്നും ചെയ്യാനില്ല, കിടന്നുറങ്ങിയാലോ വെറുതെ ചീർത്തും വരും, എന്താ ചെയ്യാം? അപ്പം ഞാൻ ചോദിച്ചു, ഞങ്ങളുടെ കൂട്ടക്ഷരങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾക്കും അതുപോലെ എന്തെങ്കിലും തുടങ്ങിക്കൂടെ? വല്ല കൂട്ടദംഷ്ട്രകളെന്നോ അങ്ങനെ എന്തെങ്കിലും, എന്നിട്ട് ഞാൻ ചെയ്യുന്ന പോലെ പൊട്ടത്തരമൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ബോറടി മാറും, സമയവും പോകും. ഈ യക്ഷി ഇങ്ങനെ കശുവണ്ടി ഇങ്ങനെ കടിച്ചുകൊണ്ടിരുന്നിട്ട് ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട് എന്നെ ഇതിങ്ങനെ ഒന്ന് നോക്കി. എന്നിട്ട് എന്നോട് പറഞ്ഞു, പൊന്നു മോളെ, നിൻ്റെ തൊലിക്കൊട്ടിയൊന്നും എനിക്കില്ല. എന്താ അല്ലേ? യക്ഷിയെ പോയി ഇല്ലേ കാണിച്ചു കൊടുക്കായിരുന്നു. എന്നിട്ട് യക്ഷി പിന്നെയും ഇങ്ങനെ കഴിച്ചുകൊണ്ട് യക്ഷിയുടെ ഓരോ കഷ്ടപ്പാടും വിഷമവും ഇതുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് എന്നോട് ചോദിച്ചു, നിനക്ക് ഷുഗർ ഉണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല. എന്തേ? അല്ല, ചോരയ്ക്ക് മധുരം ഉണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഞാൻ നോക്കിയപ്പോൾ യക്ഷിയുടെ കണ്ണിലൊക്കെ ഒരു ഭാവമാറ്റം. അപ്പോൾ എനിക്കെന്തോ പന്തികേട് തോന്നി. ഇവിടെ ഈ രാത്രി വന്ന് എൻ്റെ പഴക്കൊട്ടയിൽ
പഴവും കശുവണ്ടിയും ഒക്കെ എടുത്ത് മടുമടാന്ന് അടിച്ചിട്ട് എൻ്റെ ചോര ഊറ്റാനുള്ള പരിപാടിയാണോ എന്ന് എനിക്കൊരു സംശയം. അപ്പം ഞാൻ പറഞ്ഞു, അതെ എൻ്റെ ഭർത്താവും മോനൊക്കെ ഇപ്പോൾ വരും, ഞാൻ പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ അത് മടിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല പൊക്കോളൂ എന്ന് പറഞ്ഞു. ഇത് തീർത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. ഒരു 3/4 ഭാഗം തീർത്തു കേട്ടോ ആ കശുവണ്ടി. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അത് കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു. ഒരു പ്ലാസ്റ്റിക് പാത്രം, കുറച്ച് കശുവണ്ടി, അതിലും വിലയുണ്ട് എൻ്റെ ചോരയ്ക്കെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അപ്പം ഞാൻ ഈ യക്ഷി പിടിച്ച് തള്ളുകയാണ്, പൊക്കോളൂ പൊക്കോളൂ എന്ന്. അപ്പോൾ തള്ളല്ലേ, എന്ത് കാണിക്കണേ എന്നൊക്കെ പറയണ്ടേ. പെട്ടെന്ന് യക്ഷിയുടെ ശബ്ദത്തിനൊരു മാറ്റം. ഞാൻ വിചാരിച്ചു ഇതെന്താ യക്ഷി എൻ്റെ ഭർത്താവിൻ്റെ ശബ്ദത്തിൽ സംസാരിക്കണേ വെച്ചിട്ട് ഞാനിങ്ങനെ അങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കും എന്താ ദേ ഒരാൾ പറയണു, എന്താ നീ കിടന്ന് പിച്ചും പേയും പറയണത്, സ്വപ്നം കണ്ടോ എന്ന്. കണ്ട, ഞാൻ പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾ വിചാരിച്ചില്ലേ ഞാൻ ചുമ്മാ പുളുവടിക്കണയാണെന്ന്? ഇപ്പം മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന്? ഇതാ പറഞ്ഞത്, സത്യം മാത്രം പറയണ ഒരു കുട്ടിയാണ് ഞാൻ. ശരിക്കും ഹരിശ്ചന്ദ്രൻ്റെ ഫാമിലിയിൽ ജനിക്കേണ്ടതാണ്, ജസ്റ്റ് മിസ്സായിപ്പോയി. അപ്പോൾ യക്ഷി ഇനിയും വിശേഷങ്ങളുമായിട്ട് എൻ്റെ അടുക്കളയിൽ വരുമ്പോൾ ഞാൻ വരാം. വീഡിയോ പറഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും രാത്രി കിടക്കുമ്പോൾ പേടിയായിട്ടുണ്ടെങ്കിൽ അർജുനപ്പത്ത് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. എൻ്റെ അമ്മൂമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്, ഈ അർജുനൻ്റെ 10 പേരുകളില്ലേ, അർജുന, ഫൽഗുണ, പാർത്ഥ, വിജയഗിരി, അത് പറയണതിലും പകരം അർജുനപ്പത്ത് എന്ന് പറഞ്ഞാൽ പേടിയാവില്ല എന്ന്. അപ്പം ഞാൻ കുട്ടിക്കാലത്ത് ഭയങ്കര ധൈര്യശൈലിയായിരുന്നുകൊണ്ട് എന്നും അർജുനപ്പത്ത് പറഞ്ഞാണ് ഉറങ്ങിയിരുന്നത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.